ഞാനും എൻ്റെ സുഹൃത്തും ഒരു സിനിമയ്ക്ക് പോകുകയാണ്. ടീച്ചർ എന്നെയും എൻ്റെ സുഹൃത്തിനെയും അഭിനന്ദിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമ്മളിവിടെ രണ്ടാൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും. ഇപ്പോൾ രണ്ടാൾക്കാരുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം. ഇവിടെ ഞാനും എൻ്റെ സുഹൃത്തും എന്ന് പറയുമ്പം നമുക്കവിടെ മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്ന് പറയാം. ഞാനും എൻ്റെ സുഹൃത്തും എന്നാകുമ്പോൾ മൈ ഫ്രണ്ട് ആൻഡ് ഐ. മൈ ഫ്രണ്ട് ആൻഡ് ഐ. ഇനി ഒരു സിനിമയ്ക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ആർ ഗോയിങ് ഫോർ എ മൂവി ടുഡേ എന്ന് പറയാം. ആർ ഗോയിങ് ഫോർ എ മൂവി എന്ന് പറയാം. മൈ ഫ്രണ്ട് ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ മൂവി. ഇനി ഇന്ന് പോവുകയാണെന്നാണെങ്കിൽ ഗോയിങ് ഫോർ എ മൂവി ടുഡേ എന്ന് പറയാം. ഇവിടെ ടീച്ചർ എന്നെയും എൻ്റെ സുഹൃത്തിനെയും അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. എന്നെയും എൻ്റെ സുഹൃത്തിനെയും അഭിനന്ദിച്ചു. അപ്പോൾ നമുക്ക് പറയാം ടീച്ചർ appreciated me and my friend. appreciated me and my friend. എന്നെയും എൻ്റെ സുഹൃത്തിനെയും എന്ന് പറയുമ്പോൾ appreciated me and my friend എന്ന് പറയാം. ടീച്ചർ appreciated me and my friend. ഇവിടെ നമ്മളാണ് സബ്ജക്റ്റ് ആണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്ന് പറയാം. ഇവിടെ മീ എന്ന് വരില്ല, ഐ എന്നാണ് വരിക. പലരും വരുത്തുന്ന മിസ്റ്റേക്കാണ് ഇവിടെ മീ എന്ന് പറയാം. അത് തെറ്റാണ്. ഇവിടെ ഐ എന്നാണ് വരിക. ഇനി നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒക്കെ നമുക്കവിടെ മീ ആൻഡ് മൈ ഫ്രണ്ട് എന്ന് പറയാം. ഇവിടെ മീ ആൻഡ് മൈ ഫ്രണ്ട് എന്നാണ് വരിക. ഇവിടെ ഐ എന്ന് പറയില്ല. താങ്ക് യു. English Mithra. Stop worrying, start learning.